രാജ്യത്തെ ക്രിമിനൽ നിയമങ്ങൾ പൊളിച്ചെഴുതുന്ന ബില്ലുകൾ ജൂലൈ 1 മുതൽ അങ്ങനെ പ്രാബല്യത്തിൽ വരികയാണ്. ഇത് സംബന്ധിച്ച വിജ്ഞാപനം കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയിരിക്കുകയാണ്. IPCയും CRPCയും എടുത്തു മാറ്റി പകരം പുതിയ നിയമങ്ങൾ അവതരിപ്പിക്കുന്ന 3 ബില്ലുകളാണ് ജൂലൈ മുതൽ നിലവിൽ വരുന്നത്. ഇതുമായി ബന്ധപ്പെട്ടാണ് വിവരങ്ങളാണ് കേന്ദ്ര സർക്കാർ ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. ഭാരതീയ ന്യായ സംഹിത, ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത, ഭാരതീയ സാക്ഷ്യ സംഹിത എന്നിവയാണ് പുതിയ ക്രിമിനൽ നിയമങ്ങൾ. ഇവ കഴിഞ്ഞ ഡിസംബർ 21 പാർലമെന്റ് പാസ്സാക്കുകയും ചെയ്തിരുന്നു. ഇന്ത്യൻ പീനൽ കോഡ്, കോഡ് ഓഫ് ക്രിമിനൽ പ്രൊസീജിയർ, ഇന്ത്യൻ എവിഡൻസ് ആക്ട് എന്നീ നിയമങ്ങൾ ഭേദഗതി ചെയ്തുകൊണ്ടുള്ള 3 ബില്ലുകൾ അവതരിപ്പിച്ചിരിക്കുകയാണ്. ഇന്ത്യൻ പീനൽ കോഡ്, കോഡ് ഓഫ് ക്രിമിനൽ പ്രൊസീജിയർ, ഇന്ത്യൻ എവിഡൻസ് ആക്ട് എന്നീ നിയമങ്ങൾ ഭേദഗതി ചെയ്തുകൊണ്ടുള്ള 3 ബില്ലുകൾ അവതരിപ്പിച്ചിരിക്കുന്നത്. പുതിയ നിയമത്തിൽ IPC ഭാരതീയ ന്യായ സംഹിത 2023 എന്ന പേരിൽ അറിയപ്പെടുകയും ചെയ്യും. CRPC ഇനി ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിതയും എവിഡൻസ് ആക്ട് ഭാരതീയ സാക്ഷ്യവുമാകും. 1860 തയ്യാറാക്കിയതാണ് ഇന്ത്യൻ പീനൽ കോഡ്. കോഡ് ഓഫ് ക്രിമിനൽ പ്രൊസീജിയർ 1973 ഉള്ളതുമാണ്. ഇന്ത്യൻ എവിഡൻസ് ആക്ടും 1872 ഇതിന് പകരം കൊണ്ടുവന്ന 3 നിയമസംഹിതകൾ കഴിഞ്ഞ വർഷം പാർലമെന്റ് പാസ്സാക്കിയിരുന്നു. രാഷ്ട്രപതി ഒപ്പുവെച്ചതോടെ ഇവ നിയമമായി മാറുകയുമായിരുന്നു. തീവ്രവാദം, ആൾക്കൂട്ടക്കൊല, ദേശീയ സുരക്ഷയെ അപകടപ്പെടുത്തുന്ന കുറ്റകൃത്യങ്ങൾ എന്നിവയ്ക്കുള്ള ശിക്ഷകൾ കൂടുതൽ കർശനമാക്കുന്നതാണ് പുതിയ നിയമങ്ങൾ എന്ന് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത്. ആൾക്കൂട്ടക്കൊലയ്ക്ക് വധശിക്ഷയോ ജീവപര്യന്തമോ തടവ് ശിക്ഷയോ നൽകുമെന്ന പ്രഖ്യാപനവുമുണ്ട്. കൂട്ടബലാത്സംഗത്തിന് 20 വർഷം തടവ് ലഭിക്കും. കുട്ടികൾക്കെതിരായ ലൈംഗിക അതിക്രമം വധശിക്ഷ ലഭിക്കാവുന്ന കുറ്റവുമാകും. ഭാരതീയ ന്യായ സംഹിതയിൽ 20 പുതിയ കുറ്റങ്ങൾ ചേർത്തപ്പോൾ IPCയിൽ നിലവിലുണ്ടായിരുന്ന 19 വ്യവസ്ഥകൾ ഇല്ലാതാക്കുകയും ചെയ്തു. 33 കുറ്റങ്ങൾ തടവ് ശിക്ഷയാക്കി അങ്ങനെ വർദ്ധിപ്പിച്ചു. ഈ കാലഘട്ടത്തിന് യോജിക്കാത്ത കൊളോണിയൽ കാലഘട്ടത്തിലെ നിയമങ്ങൾക്ക് പകരമാണ് പുതിയ നിയമങ്ങൾ എന്നുമാണ് ഇന്ത്യൻ ഭരണഘടനയ്ക്കും ഇന്ത്യൻ ജനങ്ങൾക്കും ഊന്നൽ നൽകുന്നതാണ് പുതിയ നിയമങ്ങൾ എന്നുമാണ് ബില്ലുകൾ ലോക്സഭയിൽ എത്തിച്ചപ്പോൾ അമിത്ഷാ പറയുകയും ചെയ്തത്. ജൂലൈ 1 മുതൽ പ്രാബല്യത്തിൽ വരുന്ന നിയമങ്ങൾക്ക് സാരമായ മാറ്റങ്ങളാണ് ഉള്ളത്. ഭാരതീയ ന്യായ സംഹിത, ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത, ഭാരതീയ സാക്ഷ്യ നിയമം എന്നിങ്ങനെയുള്ള നിയമങ്ങൾ ഇത് നിലവിലുള്ള ക്രിമിനൽ നീതിന്യായ വ്യവസ്ഥയെ പൂർണ്ണമായി മാറ്റിമറിക്കുന്നതാണ്. കൊളോണിയൽ കാലത്തെ ഇന്ത്യൻ പീനൽ കോഡ്, IPC, ക്രിമിനൽ നടപടിച്ചട്ടം, 1872 ഇന്ത്യൻ എവിഡൻസ് ആക്ട് എന്നിവ യഥാക്രമം മാറ്റിയും സ്ഥാപിക്കും. അങ്ങനെ പുതിയ നിയമങ്ങൾ പ്രാബല്യത്തിൽ വരുന്നതിന് മുമ്പ് ഇന്ത്യൻ ശിക്ഷാ നിയമത്തിൽ വന്ന ഭാരതീയ ന്യായ സംഹിതയിലേക്ക് എന്തൊക്കെ മാറ്റങ്ങളാണ് വരുത്തിയെന്ന് നമുക്ക് നോക്കാം. പുതിയ നിയമത്തിൽ IPC പ്രകാരമുള്ള ചില വകുപ്പുകളുടെ നമ്പറുകളിൽ മാറ്റം വരുത്തിയിട്ടുണ്ട്. IPC പ്രകാരം സെക്ഷൻ 302 കൊലപാതകത്തിനുള്ള ശിക്ഷയാണ് കണക്കാക്കിയിരുന്നത്. ഇനി മുതൽ കൊലപാതകം സെക്ഷൻ 101 കീഴിൽ വരും. കൂടാതെ പുതിയ നിയമപ്രകാരം സെക്ഷൻ 302 പിടിച്ചുപറിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. IPCയുടെ 420 വകുപ്പ് വഞ്ചനാ കുറ്റമാണ്. എന്നാൽ പുതിയ നിയമത്തിൽ അതേ നമ്പറിൽ ഒരു വകുപ്പ് ഇല്ല. ഭാരതീയ ന്യായ സംഹിതയുടെ 316 വകുപ്പിന് കീഴിലാണ് തട്ടിപ്പ് വരുന്നത്. നിയമവിരുദ്ധമായി സംഘം ചേരുന്നതുമായി ബന്ധപ്പെട്ട IPCയുടെ 144 വകുപ്പിനെ ഇനി മുതൽ സെക്ഷൻ 187 എന്ന് വിളിക്കും. അതുപോലെ തന്നെ ഇന്ത്യ ഗവൺമെന്റിനെതിരായ പ്രവർത്തനങ്ങളെ IPCയുടെ 121 വകുപ്പിനെ ഇനി സെക്ഷൻ 146 എന്ന് വിളിക്കും. മാനനഷ്ടം കൈകാര്യം ചെയ്യുന്ന IPCയുടെ 499 വകുപ്പ് ഇപ്പോൾ പുതിയ നിയമത്തിന്റെ 354 വകുപ്പിന് കീഴിലുമാണ് വരുന്നത്. IPC പ്രകാരമുള്ള ബലാത്സംഗത്തിനുള്ള ശിക്ഷ കൈകാര്യം ചെയ്യുന്ന വകുപ്പ് 376 ഇപ്പോൾ സെക്ഷൻ 63 മാറിയിരിക്കുകയാണ്. പുതിയ നിയമപ്രകാരം സെക്ഷൻ 64 ശിക്ഷയെക്കുറിച്ച് പ്രതിപാദിപ്പിക്കുമ്പോൾ സെക്ഷൻ 70 കൂട്ടബലാത്സംഗ കുറ്റമാണ് കൈകാര്യം ചെയ്യുന്നത്. രാജ്യദ്രോഹം കൈകാര്യം ചെയ്യുന്ന IPCയുടെ 124A വകുപ്പ് ഇപ്പോൾ പുതിയ നിയമപ്രകാരം സെക്ഷൻ 150 എന്ന് അറിയപ്പെടുന്നു. ഇന്ത്യൻ ശിക്ഷാ നിയമത്തിനും ഭാരതീയ ന്യായ സംഹിതയ്ക്കും കീഴിലുള്ള വകുപ്പുകൾ തമ്മിലുള്ള വ്യത്യാസങ്ങൾ ഇവയാണ്. 3 നിയമങ്ങൾക്കും കഴിഞ്ഞ വർഷം ഡിസംബർ 21 പാർലമെന്റിന്റെ അംഗീകാരം ലഭിക്കുകയും ചെയ്തു. ഡിസംബർ 25 പ്രസിഡന്റ് ദ്രൗപദി മുർമു അവർക്ക് അനുമതി നൽകുകയും ഈ നിയമം പ്രാബല്യത്തിൽ കൊണ്ടുവരികയും ചെയ്തു. അങ്ങനെ ജൂലൈ 1 മുതൽ ഇത് പ്രാബല്യത്തിൽ വരുമെന്ന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ശനിയാഴ്ച അറിയിക്കുകയുമാണ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത്.